കുക്കിംഗ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു വലിയ ടെൻഷൻ എന്ന് പറയുന്നത് നാളെ എന്തോ കുക്ക് ചെയ്യും എന്നൊരു ചിന്തയാണ് അല്ലേ. അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മെനു പ്രീ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു മെനു പ്രീ പ്ലാൻഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് വഴിയായിട്ട് അടുത്തൊരാഴ്ചയിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അത് ജോലിക്ക് പോകുന്നവർക്കും ഹോം മേക്കറായിട്ട് വീട്ടിൽ ഇരിക്കുന്നവർക്കും ഒക്കെ ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. കാരണം ഹോം മേക്കറായിട്ട് വീട്ടിൽ ഇരിക്കുന്നവർക്ക് കുക്കിംഗ് കാര്യങ്ങൾ നേരത്തെ കഴിഞ്ഞ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് നോൺ വെജ് ഐറ്റംസ് ഞാൻ എങ്ങനെയാണ് പ്രീ പ്ലാൻ ചെയ്ത് മീൽ പ്രെപ്പ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു ഹോൾ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അതിനെ ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, കാരണം ചിക്കൻ കറിയായിട്ട് തന്നെ വെക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി ഞാൻ ഫ്രീസറിലേക്ക് വെക്കുകയാണ്. പിന്നെയുള്ളത് കക്കായിറച്ചിയുണ്ട്, അത് ഒന്ന് വേവിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിഷുണ്ട്. ആ ഫിഷിനെയും ഞാൻ ദാ ഇപ്പോൾ ഈ കാണുന്ന കണക്ക് ഉടനെ തന്നെ കൊണ്ടുവന്ന പാടെ ഒരു കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പീസസ് എടുത്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് കണ്ടോ, അപ്പോൾ അതിലാണ് ഞാൻ അത് ഫ്രീസറിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഒരു 2 സെർവിങ്സിനുള്ള ഒരു പോർഷൻ മാത്രമാണ് അറ്റ് എ ടൈം കറി വെക്കാറുള്ളൂ. ഇങ്ങനെ ചെറിയ കണ്ടെയ്നേഴ്സിൽ വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആവശ്യമുള്ള ഒരു കണ്ടെയ്നർ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാറില്ല. നമ്മൾ ഒന്ന് ഡീഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും റീഫ്രീസ് ചെയ്യുമ്പോഴേക്കുമാണ് അതിൻ്റെ ഫുഡിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. ആവശ്യമുള്ളത് എന്ത് കണ്ടെയ്നർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ ഇഷ്ടം ആ രീതിയിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ ഞാൻ ആ ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സിൽ വെള്ളം ഫിഷിൻ്റെ എബോവ് കണ്ടിട്ട് വെള്ളം കൂടി ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ആ വെള്ളം അവിടെ ഐസ് ആവുന്നത് വഴിയായിട്ട് ഫിഷിന് കൂടുതൽ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ ഇരിക്കുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇങ്ങനെ ഇത് ഇപ്പോൾ കണ്ടെയ്നേഴ്സിൽ ഇടുമ്പോഴേക്കും ഒരിക്കലും അത് നമ്മൾ കഴുകി, അതായത് ഉപ്പൊക്കെ ഇട്ട് കഴുകിയിട്ട് ഒരിക്കലും വെക്കരുത്. കഴുകാതെ തന്നെ ആ ഒരു കട്ട് ചെയ്ത് വന്നതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം ഉടനെ ഇതുപോലെ കണ്ടെയ്നേഴ്സിലിട്ട് ഫ്രീസ് ചെയ്യുന്നത് വഴിയായിട്ട് നമുക്കിത് ഫ്രഷ് ആയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്തതൊന്ന് കക്കയിറച്ചിയാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഒരുപാട് അഴുക്കുകളുള്ളൊരു ഇതാണല്ലേ, അപ്പം നമുക്ക് അത് പ്രത്യേകിച്ച് ടൈം എടുത്ത് തന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിതിനകത്ത് പല പ്രാവശ്യമായിട്ട് കഴുകി അതിലുള്ള ഷെല്ലുകളും മറ്റേ ഇതെല്ലാം മാറ്റുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലർ അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഉള്ളത് ഞെക്കി കളയാറുണ്ട്. എനിക്കത് പേഴ്സണലി അത് കളയുന്നതാണ് ഇഷ്ടം. ബട്ട് സ്റ്റിൽ ഇത് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഞാനത് അങ്ങനെ കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. അതിനെ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നന്നായിട്ട് കഴുകി വെള്ളം തെളിഞ്ഞ് അതിൻ്റെ ആ ഷെല്ലും അതിലുള്ള എന്തെങ്കിലും അഴുക്കുകളൊക്കെ മാറിയതിന് ശേഷം ഇതുപോലൊരു പാത്രത്തിൽ നല്ല വെള്ളം വെച്ച് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നല്ല രീതിയിൽ ഇതിനെ തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കുവാണ്. അപ്പോൾ ഇതവിടെ തിളയ്ക്കുന്ന നേരത്ത് നമുക്ക് മറ്റ് പ്രിപ്പറേഷൻസ് കൂടെ ചെയ്യാമേ. ഇനിയുള്ളത് കുറച്ച് പ്രോൺസാണ്. അപ്പോൾ ഇതും ഒന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതും ഡയറക്റ്റായിട്ട് നമ്മളിതിൻ്റെ ആ ഒരു ക്ലീൻ ചെയ്യാതെ അതിൻ്റെ ആ ഒരു ഷെല്ലൊക്കെ കളയാതെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അഴുക്കാവുന്നതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മെത്തേഡിൽ അതിൻ്റെ അത് തൊലിക്കാനുള്ളതൊക്കെ തൊലിച്ച് അതിനെ ഡീവെയിൻ ചെയ്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കുറച്ചും കൂടെ നല്ല ഫ്രഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഞാനിങ്ങനെ കേട്ടോ പ്രോൺസിൻ്റെ അത് എടുക്കാറുള്ളത്. ഞാനതിൻ്റെ ഹെഡൊന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ആ ഹെഡിലാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനത് കഴിച്ചിട്ടുമില്ല, ഞാനത് എടുത്തിട്ടുമില്ല ഇതുവരേക്കും കേട്ടോ. ഞാനിങ്ങനെ അത് ഫുള്ളിൽ അത് കളഞ്ഞ് ഇങ്ങനെയാണത് ക്ലീൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഉറപ്പായിട്ട് ഇതുപോലെ ഡീവെയിൻ ചെയ്തെടുക്കും, അത് മസ്റ്റാണ്. ഇങ്ങനത്തെ ഒരു മെനു പ്രിപ്പറേഷനും ഇതുപോലത്തെ മീൽ പ്രിപ്പും ഒക്കെ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ വളരെ വലിയ ഈ ഒരു ഹെഡേക്ക്, ഈ ഒരു നാളെ എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളൊരു വലിയൊരു ഹെഡേക്ക് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ. പിന്നെ ഫ്രീസ് ചെയ്ത സാധനങ്ങൾ കഴിക്കരുത്, അല്ലെങ്കിൽ ഫ്രിഡ്ജ് വെച്ച സാധനങ്ങൾ കഴിക്കരുത്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് മക്കളുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ആ ഒരു ടൈമിൽ എനിക്ക് ചെയ്യാനായിട്ട് പറ്റാറില്ല. കാരണം ചെറിയ മോൻ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഉടനെ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കണം, പിന്നെ അവൻ്റെ കാര്യങ്ങൾക്ക് കൂടെ നിൽക്കണം. അപ്പോൾ ഏത് ടൈമിലാണ് ഇപ്പോൾ പിള്ളേരിപ്പോൾ ഒരേ ഒരു ടൈമിലല്ലോ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്നത്. അപ്പോൾ എനിക്കതിന് അവൈലബിളായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവൈലബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചാൽ അതെനിക്ക് വളരെ യൂസ്ഫുള്ളാണ്. എനിക്ക് ആ ഒരു ടെൻഷനേ ഉണ്ടാവാറില്ല. കാരണം ഇന്ന സാധനം നമുക്ക് റെഡിയാണ്, ഇന്ന ദിവസം ഇതാണ് ഉണ്ടാക്കണമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ പ്രോൺസ് ഇപ്പോൾ ഡീവെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു പോർഷൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണ്. അത് പ്രോൺസ് റൈസാക്കി
കുട്ടികളുടെ ടിഫിനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളത് ഞാൻ കറി വെക്കാനുള്ള രീതിയിൽ ഇങ്ങനെ 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. കക്കയിറച്ചി അപ്പോഴേക്കും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം മുഴുവൻ കളയുകയാണ്. അപ്പോഴേക്കും ഇത് കഴിക്കുന്നത് മുഴുവൻ ഉണ്ടാകുന്ന ഗ്യാസ് വരിക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ ഇത് ആശ്വാസമാകാറുണ്ട് കേട്ടോ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് കണ്ടെയ്നേഴ്സിലാക്കി വയ്ക്കാം. അല്ലെങ്കിൽ ഉടനെ കുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്തും എടുക്കാം. ഇനി ഇത് ടെൻഡർ ചിക്കനാണ്, ചിക്കൻ ബ്രസ്റ്റാണ്. അപ്പോൾ ഇതിനെ ഞാൻ കുറച്ചൊന്ന് ഐസ് വിട്ടതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ മുറിക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതും ഇങ്ങനെ കുട്ടികൾക്ക് ഹണി ഗാർലിക് ചിക്കനോ അല്ലെങ്കിൽ ചില്ലി ചിക്കൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചിക്കൻ റെസിപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ചിക്കൻ കട്ട്ലേറ്റ്, അതുപോലെ ചില്ലി റാപ്പ് അങ്ങനെയൊക്കെ റെഡിയാക്കുമ്പോഴേക്കുമാണ് ഞാൻ ഈ ചിക്കൻ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എന്ത് റെസിപ്പിക്കാണോ ആവശ്യമുള്ളത്, എത്ര ക്വാണ്ടിറ്റിയിലാണോ ആവശ്യമുള്ളത് ആ ഒരു രീതിയിൽ ആണ് പാത്രങ്ങളിൽ ഇട്ട് വെക്കാറുള്ളത്. അങ്ങനെ വെക്കുമ്പോഴേക്കും ആ ഒരു ദിവസം ഇന്നിപ്പം ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അന്ന് അതിനുള്ള ആവശ്യമുള്ള ആ ഒരു പാത്രം മാത്രം നമ്മൾ എടുത്താൽ മതിയല്ലോ. ബാക്കിയുള്ള ചിക്കനൊക്കെ ഫ്രീസ് ചെയ്ത് ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കണ്ടെയ്നേഴ്സ് ഇട്ട് വെക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം. ഇങ്ങനെ ഈ ചിക്കൻ്റെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെക്കാറില്ല കേട്ടോ. ഫ്രീസറിൽ വെക്കുമ്പോൾ ഇങ്ങനെ കണ്ടെയ്നറിലാക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ അങ്ങ് അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യമുള്ള ടൈമിൽ പുറത്തെടുത്ത് നമ്മളത് കുറച്ചൊന്ന് ടെമ്പറേച്ചർ വിട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ഇപ്പോൾ പല പാത്രത്തിലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ചിലത് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടും, ചിലത് ഈ പറഞ്ഞ കണക്ക് ഹണി ഗാർലിക് ചിക്കൻ, അങ്ങനെ ചിലത് ഫ്രൈഡ് റൈസിൽ വെക്കാൻ, ചില്ലി ചിക്കൻ ആക്കാനായിട്ട്, അങ്ങനെയുള്ള പല രീതിയിലാണ് എൻ്റെ മെനു അനുസരിച്ച് ഞാനിങ്ങനെ പല കണ്ടെയ്നേഴ്സിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെ നോൺ വെജിൻ്റെ കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിങ്കും നമ്മൾ യൂസ് ചെയ്ത പാത്രങ്ങളും കട്ടിംഗ് ബോർഡും അങ്ങനെയുള്ള കത്തിയും അതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെക്കുവാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഹോം മേക്കേഴ്സ് ആയിക്കോട്ടെ, കുട്ടികളുള്ള ആൾക്കാരായിക്കോട്ടെ, അങ്ങനെ നമുക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞാൽ അധിക ടൈമും കിച്ചണിൽ കളയാതെ നമുക്ക് കുറച്ച് ടൈം പ്രൊഡക്റ്റീവായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നൊക്കെ താല്പര്യമുള്ള ആളുകളും, പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കണമെന്നും, അതായത് പുറത്തു നിന്നുള്ള ഫുഡുകൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് എന്നെ ഈ ഒരു മെത്തേഡ് സഹായിക്കും കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പം ഞാൻ വെജിറ്റബിൾസിൻ്റെ കാര്യവും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം വെജിറ്റബിൾസ് സ്റ്റോർ ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയും കാണാനായിട്ട് മറക്കല്ലേ. അപ്പോൾ വെജിറ്റബിൾസും ഇതുപോലെ തന്നെ നോൺ വെജും പിന്നെ അങ്ങനെയുള്ള ബാറ്റർ, നമ്മുടെ ദോശമാവ്, പാലപ്പം, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് റെഡിയാക്കി ഇതെല്ലാം നമ്മുടെ കയ്യിൽ ഹാൻഡി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്നത് വിശക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരിപ്പോൾ ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങാം, പുറത്തെ ഫുഡ് ഓപ്റ്റ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഓരോരുത്തരുടെ റെസിപ്പികളും അല്ലെങ്കിൽ ഇപ്പോൾ വാങ്ങുന്ന ഫിഷും അല്ലെങ്കിൽ അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്